ടീകോമുമായുള്ള കരാറുകൾ വിശദമായി മാധ്യമങ്ങൾ വായിക്കുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. നിയമപ്രകാരമാണ് സർക്കാർ നീങ്ങുന്നത്. നാടിന്റെ താൽപര്യം സംരക്ഷിച്ചാണ് സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും പി രാജീവ് പറഞ്ഞു. വിവരങ്ങളുമായി വിജിൻ വായന്തോടുണ്ട്. വിജിൻ, മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? 2007 സ്മാർട്ട് സിറ്റിക്കായി ടീകോമുമായി സംസ്ഥാന സർക്കാർ കരാറിൽ ഏർപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായും കരാറിൽ പറയുന്നത് 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ 6.21 ചതുരശ്ര അടി IT അനുബന്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രധാനമായ കരാറിലുള്ള ഭാഗം. ഈ രണ്ട് ഭാഗങ്ങളും 15 വർഷമായിട്ടും ടീകോം നടപ്പിലാക്കുകയോ അത്തരത്തിൽ ഉള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ടീകോമുമായി കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ചീഫ് സെക്രട്ടറി, ഒപ്പം തന്നെ റവന്യൂ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, IT സെക്രട്ടറി എന്നിവരടങ്ങിയ ഒരു കമ്മിറ്റിയെ 2023 തന്നെ സംസ്ഥാന സർക്കാർ ഇതിനായി നിയോഗിച്ചിരുന്നു. ഇവർ AGയുമായി, അഡ്വക്കേറ്റ് ജനറലുമായി നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് നിയമോപദേശം കൂടി തേടിയ ശേഷമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഇത്തരത്തിൽ ടീകോമുമായുള്ള കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇതിൽ തന്നെ നിയമപരമായ വശങ്ങൾ ഒക്കെ പരിശോധിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നത്. അയക്കുന്നില്ല പത്രക്കാർ, അതാണ് ഇതൊക്കെ കണ്ടുകെട്ടാൻ പിടിച്ചെടുക്കാൻ പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ എഴുതുന്നുണ്ട്. ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ടീകോമിന് വീഴ്ച വന്നാൽ ഒന്നും ചെയ്യാൻ വകുപ്പുണ്ടായില്ല. സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ടീകോമിന് വീഴ്ച വന്നാൽ അത് പിന്നെ VS ഗവൺമെന്റ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട്. അവർ പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു, നമ്മളിപ്പോൾ അംഗീകരിച്ചു. ഇപ്പൊ രണ്ടുപേരുടെ നിലപാടൊന്നായല്ലോ ഇതിനകത്ത്, അല്ലാതെ താല്പര്യങ്ങളിലല്ലോ. അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുന്നതായിരിക്കും ഈ നിലപാട്. ഇപ്പൊ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായും അതിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ 15 വർഷത്തിന് ഇപ്പുറവും 10,000 തൊഴിലവസരങ്ങൾ മാത്രമാണ് ടീകോം IT അനുബന്ധമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇക്കാര്യത്തിൽ മന്ത്രി വ്യക്തമാക്കിയതും അതുതന്നെയാണ്. മാധ്യമങ്ങൾ കരാർ പഠിക്കാതെയാണ് ഇതിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കാര്യം മന്ത്രി പി രാജീവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ കൃത്യമായ കരാറിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ടീകോമുമായുള്ള കരാറുകൾ വിശദമായി മാധ്യമങ്ങൾ വായിക്കുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. നിയമപ്രകാരമാണ് സർക്കാർ നീങ്ങുന്നത്. നാടിന്റെ താൽപര്യം സംരക്ഷിച്ചാണ് സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും പി രാജീവ് പറഞ്ഞു. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.